കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 3 പ്രധാന രേഖകളെ കുറിച്ച് പറഞ്ഞില്ലേ. ഈ വീഡിയോയിൽ നമ്മൾ മറ്റു രേഖകളെ കുറിച്ച് പറയുകയാണ്. അതാണ്ട് ഈ കാണിച്ചിരിക്കുന്നതാണ് ഭാഗ്യരേഖ. അത് നമ്മുടെ മണികണ്ഠത്തിൽ നിന്ന് ഉത്ഭവിച്ച് അങ്ങ് ശനി മണ്ഡലത്തിൽ ചെല്ലണം. നടുവിരലിന്റെ ചോട്ടിൽ ചെല്ലുന്ന രേഖ മാത്രമാണ് ഭാഗ്യരേഖ. മറ്റുള്ള മണ്ഡലങ്ങളിൽ ചെല്ലുമ്പോൾ ആ മണ്ഡലത്തിന്റെ പേര് വെച്ചാണ് നമ്മൾ പറയേണ്ടത്. നമ്മുടെ പൊതുവായ ഭാഗ്യം, ജോലി, ധനം, ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ഭാഗ്യ തടസ്സങ്ങളുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നതിനുള്ള രേഖയാണ് ഭാഗ്യരേഖ. ഒന്നുകൂടി പറയുന്നു, ഈ നടുവിരലിന്റെ അടിയിലോട്ട്, അതായത് ശനി മണ്ഡലത്തിൽ ചെന്ന് നിൽക്കുന്ന രേഖ മാത്രമാണ് ഭാഗ്യരേഖ എന്ന് നമ്മൾ പറയാം, അല്ലെങ്കിൽ ശനിരേഖ അല്ലെങ്കിൽ ലക്ക് ലൈൻ നമ്മൾ പറയുന്നത്. ബാക്കി ഏത് മണ്ഡലത്തിലോട്ട് പോയാലും ആ മണ്ഡലത്തിന്റെ പേരാണ് നമ്മൾ പറയേണ്ടത്. ഇനി താഴേന്ന് ഉത്ഭവിച്ച് മോതിര വിരലിന്റെ താഴെ വരെ എത്തുന്ന രേഖ, അതിന് പറയുന്ന പേരാണ് സൂര്യരേഖ. അത് ദാണ്ട് ഈ കാണിച്ചിരിക്കുന്നത് പോലെയും സൂര്യരേഖ ഉണ്ടാവാം, അല്ലെങ്കിൽ താഴെ നിന്നും ഉത്ഭവിക്കാം. ഈ വരയ്ക്കുന്നത് പോലെ താഴെ നിന്നും ഉത്ഭവിക്കാം. ആ രേഖയ്ക്ക് പറയുന്നതാണ് സൂര്യരേഖ. നമുക്ക് കായിക കലാപരമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടോ, ജോലിയിലൊക്കെ നമുക്ക് നല്ലോണം ശോഭിക്കാൻ കഴിയുമോ, ഇങ്ങനെയൊക്കെ അറിയുന്നതിന് ഉപയോഗിക്കുന്ന രേഖയാണ് സൂര്യരേഖ. വേണ്ടേ, ബുധമണ്ഡലത്തിൽ ഇങ്ങനെ ഒരു രേഖ കാണുകയാണെങ്കിൽ അതിന് പറയുന്ന പേര് ബുധരേഖ എന്നാണ്. അങ്ങനെ ചിലപ്പോൾ 2, 3, 4, 5 ലൈനൊക്കെ കാണും, ചിലപ്പോൾ 1, 2 ഒക്കെ കാണത്തുള്ളൂ. അതിനനുസരിച്ച് നമ്മൾ പറയുന്ന ഫലങ്ങളും വ്യത്യാസമായിട്ടായിരിക്കും. അതൊക്കെ ആ രേഖകളെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാം. ഇനിയേ ഈ കാണിച്ചിരിക്കുന്ന രേഖയാണ് വിവാഹ രേഖ. നമ്മൾക്ക് എത്ര മാരേജസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഏത് വയസ്സിലുള്ള മാരേജ് ആയിരിക്കും നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഇമ്പോർട്ടന്റ്. അല്ലാതെ എത്ര വിവാഹം നടക്കുമെന്നല്ല അത് പറയുന്നത്. ഏത് മാരേജ്, എത്ര വയസ്സിൽ മാരേജ് ചെയ്താലായിരിക്കും നമുക്ക് ഏറ്റവും നല്ല ബെനഫിറ്റ് ഉണ്ടാവുക എന്നറിയാൻ വേണ്ടിയുള്ള രേഖയാണത്. പിന്നെ ഏത് തരത്തിലുള്ള വരന്മാർ വധുവായിരിക്കും നമുക്ക് കിട്ടുക, ഇതെല്ലാം അറിയാൻ വേണ്ടിയുള്ള രേഖയാണ് വിവാഹരേഖ. ഈ കാണുന്ന രേഖകളെ നമുക്ക് കുട്ടികളുടെ രേഖകളെന്നും പറയാം, ഈ താഴെ കാണുന്നതിന് യാത്രാരേഖകളെന്നും പറയാം. അങ്ങനെ പല രേഖകൾ പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. അതിനൊക്കെ ഒത്തിരി പ്രാക്ടീസ് വേണം. ആ പ്രാക്ടീസിനനുസരിച്ച് നമുക്ക് ആ രേഖകളെ ഉപയോഗിക്കാം. ഞാൻ കൂടുതൽ കയ്യിൽ കണ്ടിട്ടുള്ളത് ഈ കാണിച്ചിരിക്കുന്നത്, ഈ താഴെ കാണിക്കുന്ന രേഖ തന്നെയാണ് കുട്ടികളുടെ രേഖയായിട്ട് നമ്മൾ നോക്കുക. പിന്നെ ഈ സൈഡിലൊക്കെ കാണിക്കുന്ന രേഖയാണ് യാത്രാരേഖകളായിട്ട് നോക്കുക. 9ാമതായിട്ട് നമ്മൾ പറയുന്നത് തുണരേഖയാണ്. ഇത് ആരോഗ്യത്തിന് ഒരു ഹെൽപ്പർ ആണെങ്കിൽ എല്ലാത്തിനും ഒരു ഹെൽപ്പ് ചെയ്യുന്നത്, നമുക്ക് ആരെങ്കിലും ഒക്കെ സഹായിക്കാനുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള രേഖ കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ളവരുടെ കയ്യിൽ ഈ രേഖ കാണാൻ പറ്റും. ഇതും അത്ര കോമൺ ആയിട്ട് കാണുന്ന ഒരു രേഖയല്ല. അതാണ്ട് ഇങ്ങനെ ആ ബുധമണ്ഡലം വരെ നീണ്ടു കിടക്കുന്ന ഈ രേഖയാണ് ആരോഗ്യരേഖ. നമുക്ക് എത്ര ആരോഗ്യം കാണും, അല്ലെങ്കിൽ നമുക്ക് ഏത് വിധത്തിലുള്ള അസുഖം വരും, ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന രേഖയാണ് ഈ ആരോഗ്യരേഖ. എന്താണ്, ഇങ്ങനെ ഗുരുമണ്ഡലത്തിലോട്ട് ഒരു രേഖ പോവുകയാണെങ്കിൽ അതിന് ഗുരുരേഖ എന്ന് പറയും. അത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു രേഖയാണ്. നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ എങ്ങനെ ഉയർച്ച വരും, ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന രേഖയാണ് ഗുരുരേഖ. ഈ പല രീതിയിലുണ്ട് യാത്രാരേഖകൾ, അതൊക്കെ നമ്മൾ പ്രാക്ടീസ് കൊണ്ട് മനസ്സിലാക്കണ്ട. എന്നാലും പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഈ കാണിക്കുന്ന രേഖകളെ യാത്രാരേഖ എന്ന് പറയാം. പിന്നെ നമുക്ക് എത്ര സഹോദര ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന എത്ര സഹോദരങ്ങൾ കാണും എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ രേഖകൾ ഉപയോഗിച്ചിരുന്നത്. ഈ കാണിക്കുന്നതാണ് ബ്രേസ്ലെറ്റ് ലൈൻ അല്ലെങ്കിൽ റിസ്റ്റ് ലൈൻ എന്നൊക്കെ നമ്മൾ പറയുന്ന മണികണ്ഠ രേഖകൾ. അതും വളരെ പ്രാധാന്യമുള്ളതാണ്. ഇങ്ങനെ വിരലിന്റെ അടിയിൽ ഇങ്ങനെ വളയം പോലെ കാണുന്നില്ലേ, അതിന് ഓരോ വിരലിനും അനുസരിച്ച് നമ്മളങ്ങ് പറഞ്ഞാൽ മതി. ഗുരുവളയം, ശനിവളയം, പിന്നെ സൂര്യവളയം, പിന്നെ ബുധവളയം. അല്ലാതെ ഈ ഗുരുമണ്ഡലത്തിൽ വേറെ ഒരു ലൈൻ ഉണ്ട്, അതിനെ കുറിച്ച് പറയാം. വളരെ അപൂർവമായി കാണുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ഇത്. റിംഗ് ഓഫ് സോളമൻ എന്നൊക്കെ പറയും. അത് ഒരു ഗുരുദേവ രേഖ തന്നെയാണ്. ഇങ്ങനെ കാണുകയാണെങ്കിൽ അത് വളരെയധികം നല്ലതാണെന്നാണ് പറയുന്നത്. അതിന്റെ ഫലങ്ങളൊക്കെ പറയാം. ഈ രേഖ മിക്കവാറും എല്ലാ കൈകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. കുറച്ച് മുറിഞ്ഞു കിടക്കും. ഇങ്ങനെ മൊത്തം ഇങ്ങനെ കാണുകയാണെങ്കിൽ, അങ്ങനെ കുഞ്ഞുങ്ങളുടെയൊക്കെ കയ്യിൽ കാണുകയാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ലൈനാണ് ഈ കാണുന്നത്. ഗേർഡിൽ ഓഫ് വീനസ് എന്ന് പറയും, ശുക്രവളയം എന്ന് പറയും. അത് നമ്മൾക്ക് മാനസികമായിട്ട് വളരെയധികം പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈനാണിത്. നമ്മൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കാണുകയാണെങ്കിൽ വളരെയധികം സൂക്ഷിച്ച് അവർക്കൊരു പോസിറ്റീവ് ചിന്താഗതി വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. അവരുടെ മനസ്സിന് നല്ല ധൈര്യം കൊടുക്കണം. ഇവർക്കാണെങ്കിൽ ജീവിത വിരക്തി, ചിലർ പറയുന്ന ഇച്ചിരി സ്വഭാവം ഒക്കെ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇത് കാണുന്ന എന്തുകൊണ്ടാണെന്ന് പിന്നീട് അതിന് പ്രത്യേകമായിട്ട് വീഡിയോ ഇടാം. ഇത് ജ്യോതിഷികൾക്കൊക്കെ വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു രേഖയാണ്. ലൈൻ ഓഫ് ഇൻറ്റ്യൂഷൻ എന്ന് പറയും. അത് മുൻകൂട്ടി കാര്യങ്ങളൊക്കെ കാണാനുള്ള കഴിവുണ്ടാവും എന്നാണ് പറയുന്നത്. ചന്ദ്രമണ്ഡലവും ബുധമണ്ഡലവും തമ്മിൽ യോജിക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കും.
ക്രോസ് ലൈൻസ്, ഓർബാറിയൽ ലൈൻസ്, പിന്നെ ആണെങ്കിൽ ഹെറിഡിറ്റി ലൈൻസ്, ജനറ്റിക് ലൈൻസ്, ഇങ്ങനൊക്കെ ഒരുപാട് തരത്തിലുള്ള രേഖകളുണ്ട്. നമ്മളിപ്പോ ഈ കാണിച്ചിരിക്കുന്ന അത്രയും എങ്കിലും നേരവേ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഒന്നും ഓർക്കേണ്ടത്, പല രേഖകൾക്ക് പല ഇത് കാരകത്വങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം.